ഹായ് ഫ്രണ്ട്സ്, ഐ ആം രാജേഷ് നെടുവേലി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസകൾ നേരിടുന്നു. അത് പറയാൻ മാത്രമായിട്ടല്ല ഞാൻ വന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു വാർത്ത കേട്ടു. ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വാർത്ത. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കോവിഡിന് ശേഷം നമ്മളെ കൈലാസത്തിലേക്ക് ചൈന പിന്നീട് അനുമതി തന്നിട്ടില്ല നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു 5-6 വർഷമായിട്ട് ഇപ്പോൾ കൈലാസ ദർശനം ആർക്കും സാധ്യമല്ല. ചൈനയ്ക്കറിയാം ഇന്ത്യ നിലനിൽക്കുന്നത് അതിൻ്റെ ആത്മീയതയിലാണ്, നമ്മളെ ആ സംസ്കാര സമ്പത്തിലാണ്. അതിൽ കൈലാസം എത്ര കണ്ട് അതുമായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളത് നമുക്ക് അറിയാം. പുരാണങ്ങളായാലും ഇതിഹാസ കാവ്യങ്ങളായാലും നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനറിയാൻ പറ്റും കൈലാസം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ. അപ്പോൾ ചൈന അങ്ങനൊരു നിർബന്ധ ബുദ്ധി എടുത്തത് ഇതുകൊണ്ട് തന്നെയായിരിക്കണം. കാരണം അവരുടെ എന്താ പറയുക, നല്ലൊരു സുഹൃബന്ധം ചൈനയായിട്ട് നമുക്കില്ല. അവരങ്ങനെയല്ല നമ്മളെ കാണുന്നത്. ഏത് നിമിഷവും നമ്മളെ പിടിച്ചെടുക്കുന്നൊരു സംഗതിയാണ്. ഞാൻ അറിഞ്ഞ അറിവുകളാണ് പറയുന്നത്. എൻ്റെ മെക്കിട്ടാർ പൊങ്കയിടാൻ വരില്ല. ദെൻ നമുക്ക് അവിടെ ബോർഡറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് കുറച്ച് പർവ്വതാരോഹർ നമ്മുടെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് കൈലാസത്തിനെ കാണാൻ പറ്റുന്ന ഒരു സ്പോട്ട് കണ്ടെത്തി. അതിലും രസകരം അതല്ല, ആ സ്പോട്ടിൽ നിന്നും നേരെ ചൈനയെ തൊടാണ്ട് ഇനി നമുക്ക് കൈലാസത്തിൽ എത്താൻ പറ്റുമെന്നും അതിനുള്ളൊരു വഴിയും അവിടെ അതിൻ്റെ പാത നിർമ്മാണവും നടക്കുന്നു, അതിപ്പോൾ പൂർണ്ണമാവാൻ പോവുകയാണ് എന്നുള്ള ഒരു വാർത്തയും കേട്ടു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് കൈലാസത്തിന് ദർശനം സാധ്യമാവും. വിദൂര ദർശനമാണ്. കുറച്ച് നടപടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് നമുക്ക് ചൈനയെ ആശ്രയിക്കാതെ തന്നെ അവിടെ എത്തിയിട്ട് ദർശനം പൂർത്തിയാക്കി തിരിച്ചു വരാവുന്ന സംവിധാനങ്ങളും അതിൻ്റെ വഴികളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സെപ്റ്റംബർ 31 ആണ് അതിൻ്റെ ഉദ്ഘാടനം പറഞ്ഞിരിക്കുന്നത്, ഈ വിദൂര ദർശനത്തിൻ്റെ. പക്ഷേ എനിക്ക് തോന്നുന്നു നടക്കണില്ല. ഞാനിപ്പോൾ മറ്റന്നാൾ ഒരു യാത്ര പോകേണ്ടതാണ്. ആ യാത്ര ഞാൻ പൂർണ്ണമായി ക്യാൻസൽ ചെയ്തു. കാരണം ഉത്തരാഖണ്ഡിൽ ഒരുപാട് മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി അത്രയ്ക്കും ക്രൂരമായിട്ടുള്ള ഒരു വിനോദം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ യാത്ര ഞാൻ മാറ്റി വെച്ചു. കാരണം ഏറ്റവും നല്ല യാത്ര തിരിച്ചു വരവുകളാണ്. അതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രയ്ക്കൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ കൈലാസത്തിൻ്റെ ആ വഴികളിൽ കൂടെ നമുക്കൊന്ന് പോയാലോ. ആ യാത്രയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഫലകചലന സിദ്ധാന്തം അനുസരിച്ച് ഭൂമിയിൽ ഏറ്റവും അവസാനം ഉയർന്നു വന്ന മലനിരയാണ് ഹിമാലയം. അതുകൊണ്ട് തന്നെ ഹിമാലയത്തിൻ്റെ മടിത്തട്ട് ഉറച്ചിട്ടില്ല, എന്നും മരണങ്ങളാണ്. എന്നും മണ്ണിടിച്ചിലാണ്. പക്ഷേ ആ ഹിമാലയത്തിൽ നിന്നുമാണ് നമ്മുടെ ഇതിഹാസ കാവ്യങ്ങളും മഹാപുരാണങ്ങളും വേദങ്ങളുമൊക്കെ ഉത്ഭവിച്ചത്. പരമപവിത്രമായ ഈ മണ്ണ് അത് എനിക്കെന്നും പ്രിയപ്പെട്ടതാണ്. 6638 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിലൊന്ന്. പാർവതി പരമേശ്വരന്മാർ തങ്ങളുടെ വാസസ്ഥലമായി തിരഞ്ഞെടുത്തുവെന്ന് നമ്മൾ ഭാരതീയർ വിശ്വസിക്കുന്ന ഒരേ ഒരിടം. പണ്ട് കാലത്ത് അതിർത്തികളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പിന്നീട് വന്ന ഓരോ ജനതയും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് അതിർത്തികൾ പണിതു. അവിടെ വെട്ടിമുറിക്കപ്പെട്ടത് ശരിക്കും സംസ്കാരങ്ങളാണ്. നമ്മളിന്ന് പറയുന്നു 4 വേദങ്ങൾ എന്ന്. പക്ഷേ അത് ഒരു വേദമായിരുന്നു. ആ ഒരു വേദം 4 വെട്ടിമുറിച്ച് മാറ്റിയത് തന്നെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കണം എന്നെനിക്ക് തോന്നുന്നു. ആ വഴിയിൽ കൂടെ ഒരു യാത്ര, അതായിരുന്നു ഇത്തവണത്തെ എൻ്റെ ഉത്തരാഖണ്ഡ് യാത്ര. പക്ഷേ അത് നടന്നില്ല. എങ്കിൽ കൂടി എനിക്ക് വിഷമമില്ല. ഉത്തരാഖണ്ഡും അവിടെയുണ്ട്, ഞാനും ഇവിടെയുണ്ട്. ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചിലർ പറയുന്നു കൈലാസം വജ്രത്തിൻ്റെ ആകൃതിയാണെന്ന്. നോക്കിയാൽ മനസ്സിലാവും അങ്ങനെയൊക്കെ തന്നെയാണ്. മറ്റു ചിലർ പറയുന്നു ഇത് പിരമിഡിൻ്റെ ആകൃതിയാണെന്ന്. നോക്കിയാൽ അങ്ങനെയും കാണാം. പിന്നെ പറയുന്നത് കൈലാസത്തിൻ്റെ ആ സമീപ പ്രദേശത്തേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ നഖങ്ങൾ പെട്ടെന്ന് വളരും. അങ്ങനെ ഒരുപാട്
വിശ്വാസങ്ങൾ. എനിക്കറിയില്ല, ഇതൊക്കെ തെളിയിച്ച വിശ്വാസങ്ങൾ എന്നാണ് പറയുന്നത്. അതിനുള്ള രേഖകളും നെറ്റിൽ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഞാൻ ആ ഭാഗത്തേക്ക് കൈവയ്ക്കുന്നില്ല. വിശ്വാസവും രേഖകളും അത് അവിടെ കിടക്കട്ടെ. അപ്പോൾ കൈലാസത്തിന്റെ ഒരു ഏകദേശ രൂപം കിട്ടിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ ഇന്ത്യയിൽ നിന്നും കൈലാസം കാണാം, ആ പുതിയ വാർത്തയിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇന്ത്യൻ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യമാണ് കൈലാസ പർവ്വതത്തിനുള്ളത്. ഹൈന്ദവ ദൈവമായ ശിവന്റെ വാസസ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്ന കൈലാസ് പർവ്വതം ഈ വർഷം സെപ്റ്റംബർ മുതൽ ഇന്ത്യയിൽ നിന്നും കാണാൻ സാധിക്കും. ഇങ്ങോട്ടേക്കുള്ള യാത്ര സുഗമമാക്കാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഉത്തരാഖണ്ഡിലെ പിത്തോരാഗഡ് ജില്ലയിലെ നാബിദാംഗിലുള്ള KMVN ഹട്ട്സ് മുതൽ ഇന്ത്യ ചൈന അതിർത്തിയിലെ ലിബുലേഖ് ചുരം വരെയുള്ള റോഡ് വെട്ടിക്കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ഇത് സെപ്റ്റംബറിൽ പൂർത്തിയാകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. റോഡ് പൂർത്തിയാകുന്നതോടെ വഴിയരികിൽ കൈലാസ് വ്യൂ പോയിന്റ് ഒരുക്കും. അതേസമയം കോവിഡ് പകർച്ചവ്യാധിയെ തുടർന്ന് മാറ്റിവെച്ച ലിബുലേഖ് ചുരത്തിലൂടെയുള്ള കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിച്ചിട്ടില്ല. കൈലാസ പർവ്വതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് സന്ദർശകർക്ക് ഒരു ബദൽ പാത രൂപപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഹിമാലയൻ പർവ്വതനിരകളിലെ ടിബറ്റിന്റെ തെക്കു പടിഞ്ഞാറൻ കോണിൽ സ്ഥിതി ചെയ്യുന്ന ശ്രദ്ധേയമായ കൊടുമുടിയാണ് കൈലാസ് പർവ്വതം. 6638 മീറ്റർ ഉയരത്തിലുള്ള ഇത് ഹിമാലയത്തിലെ ഏറ്റവും ഉയരമുള്ള ഭാഗങ്ങളിൽ ഒന്നുകൂടിയാണ്. കൂടാതെ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദികളുടെ ഉറവിടമായും ഇതറിയപ്പെടുന്നു. ടിബറ്റിൽ ഗാങ് ടൈസ് അല്ലെങ്കിൽ ഗാങ് റിൻപ്രോച്ചെ എന്നറിയപ്പെടുന്ന കൈലാസ പർവ്വതം വജ്രത്തിന്റെ ആകൃതിയിലുള്ള ഒരു പർവ്വതമാണ്. ഇതിനു ചുറ്റുമുള്ള പ്രദേശം അതിമനോഹരവുമാണ്. കൈലാസ പർവ്വതം ഏറ്റവും പവിത്രമായ പർവ്വതങ്ങളിലൊന്നായാണ് വിശ്വാസങ്ങളുമായി ബന്ധപ്പെടുത്തി അറിയപ്പെടുന്നത്. കൂടാതെ ബുദ്ധമതക്കാർ, ജൈനർ, ഹൈന്ദവ, ടിബറ്റൻ മതമായ ബോൺ എന്നിങ്ങനെ 4 വിശ്വാസങ്ങളുടെ ഒരു പ്രധാന തീർത്ഥാടനമായി ഇവിടെ മാറിയിരിക്കുന്നു. എല്ലാ വർഷവും ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ സ്ഥലത്തേക്ക് തീർത്ഥാടനം നടത്താറുണ്ട്. നിലവിലെ നിയമമനുസരിച്ച് ചൈനീസ് വിസയും പിന്നെ ഒരുപാട് നൂലാമാലകളും നമുക്ക് കൈലാസത്തിൽ എത്തിച്ചേരുവാനുണ്ട്. അതെല്ലാം തീർത്തുകൊണ്ട് മോദി ഗവൺമെൻറ് ഒരു പുതിയ പദ്ധതിയെപ്പറ്റി ആലോചിക്കുന്നു എന്നല്ല, അത് പ്രവൃത്തിപഥത്തിൽ എത്തിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അതിനായി നമുക്ക് ഡൽഹിയിൽ നിന്നും ഏകദേശം 4-5 ദിവസത്തെ യാത്രയാണുള്ളത്. അതും ബസ്സിൽ അല്ലെങ്കിൽ ടാക്സിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ആദ്യമായി നമ്മൾ ചെന്നെത്തുന്നത് കാഠ്ഗോദാം എന്നൊരു സ്ഥലത്താണ്. അതിനുശേഷം ദാർജുല, അതിനുശേഷം ബുദ്ധി, അതിനുശേഷം നബിധാങ്. അവിടെ എത്തിച്ചേർന്നതിന് ശേഷം നമുക്കാകെ 2-3 കിലോമീറ്റർ മാത്രം നടന്ന് കയറി കഴിഞ്ഞാൽ -ഡിഗ്രിയിൽ നിന്നും ഏകദേശം 1000 കിലോമീറ്റർ അകലെയുള്ള ഈ കൈലാസപർവ്വതത്തിനെ നമുക്ക് ദർശിക്കാൻ കഴിയും. ഇവിടം വരെയാണ് ഇപ്പോൾ ഏകദേശം വഴി വെട്ടിയിരിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് വീണ്ടും നേരെ 1000 കിലോമീറ്റർ വഴി വെട്ടുകയാണെങ്കിൽ നമുക്ക് നേരെ ചൈനയെ തൊടാതെ തന്നെ ഒരു പാസ്പോർട്ടും എടുക്കാണ്ട് തന്നെ നേപ്പാളിലൂടെ പോയി വരാവുന്ന സംവിധാനങ്ങളും വരികയാണ്. കാര്യക്രമങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ സാധ്യമാവും എന്ന ഒരു ഉറപ്പും ഭാരതീയ ജനതയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ്. ഒരു ഹിന്ദു എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. എന്നെ ഒരു വർഗീയവാദി ആക്കരുത്. കാരണം എൻ്റെ രാജ്യത്തിൻ്റെ പൈതൃകം, സംസ്കാരം അതിനൊക്കെ വാനോളം ഉയർത്തുക അതെൻ്റെ കടമയാണെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഐ ആം രാജേഷ് നെടുവേലി.